ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ബന്ധത്തിലായി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടമാവുക എന്നുള്ളത്. സത്യം പറഞ്ഞെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മളെ തന്നെ നമ്മൾ തേടാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ ക്യാരക്ടർ അവിടെ നഷ്ടമായിട്ടുണ്ടായിരിക്കും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ബന്ധത്തിലെ അപകട സൂചനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇഗ്നോർ ചെയ്തിരിക്കേണ്ട, അതായത് ഒഴിവാക്കിയിരിക്കേണ്ട 4 തരം ആളുകളാണ്. ഇവരുമായിട്ടൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ലൈഫ് ഇല്ലാതാകും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിച്ചത്ര മനോഹരമായിട്ടോ അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷത്തോടെയോ നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അപ്പം നമുക്ക് നോക്കാം ഇത്തരത്തിൽ അപകടകാരികളായിട്ടുള്ള 4 തരം ആളുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് വിക്ടിം ആണ്. അതായത് വേറെ ഒന്നുമല്ല, എപ്പോഴും താൻ തന്നെയാണ് ഇരയാകുന്നത് എന്ന് ഭാവിക്കുന്ന ചില ആളുകളുണ്ട്. ഇവര് ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആളായിരിക്കും, അതായത് ആളെപ്പോഴും കാണിക്കുന്നുണ്ടാവുക ഞാൻ തന്നെ വന്ന് സോറി പറയണം, അല്ലെങ്കിൽ എപ്പോഴും എന്നെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാനൊരു പാവാണെന്നുള്ള രീതിയിലേക്കായിരിക്കും ആൾ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടായിരിക്കും എപ്പോഴും എനിക്കാണ് പ്രശ്നം വരുന്നത്, എനിക്കാണ് ഇതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ളത്, നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, എല്ലാം കൂടി എൻ്റെ തലയിലാണ് വരിക, എല്ലാവരും എന്നെയാണ് പറയാറുള്ളത്. ഈ രീതിയിൽ എപ്പോഴും താൻ ഇങ്ങനെ വിക്ടിമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ മറ്റാരോടെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം തന്നെ വേറെ ആരോടെങ്കിലും, വേറെ ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയുകയാണെങ്കിലും ആളെപ്പോഴും ഞാനാണ് ഇരയാകുന്നത് എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക. അപ്പൊ ഇവര് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെപ്പോഴും ഇരയാണെന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെ അവര് കുറ്റക്കാരാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം നിങ്ങളെ മോശക്കാരാക്കാനും മടി കാണിക്കാത്ത ആളുകളായിരിക്കും. ഇപ്പൊ ഇവരുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ, ഫോർ എക്സാമ്പിൾ ഇവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് ഇവരാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇവര് പറയുന്നുണ്ടാവുക മറ്റാളെ തേച്ചിട്ട് പോയി എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവരാണ് ചതിച്ചത് വഞ്ചിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ സത്യാവസ്ഥ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ എപ്പോഴും താൻ ഇരയാണെന്ന് കാണിക്കുന്ന ആളുകളാണെങ്കിൽ അവരെപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ, അല്ലെങ്കിൽ അവരെ എപ്പോഴും നല്ല രീതിയിൽ, അതായത് അവർ നല്ലവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ എത്രത്തോളം മോശക്കാരായാലും കുഴപ്പമില്ല എന്ന ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും കുറ്റക്കാരായിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുമായി സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു തളർച്ച ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പിന്നെ എന്ത് എനർജി ഉണ്ടാവുക, അവർ നിങ്ങളുടെ എനർജി വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അത് ഒന്ന്, ഇപ്പൊ നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവ് എനർജിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, സംസാരിക്കാൻ പോയിട്ടുണ്ടാവുക. പക്ഷെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നിങ്ങളുടെ എനർജി ഫുൾ എടുക്കും. ഇതെങ്ങനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, അവര് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക, നിങ്ങൾ ഹേർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അപ്പം എന്തുണ്ടാവുക, നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് പോസിറ്റീവ് ആയിരുന്ന നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു മൂഡിൽ നിന്ന് നിങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരാമെന്ന് പറയുമ്പോൾ, അതായത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്, ഈ ഒരു ഫീൽ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളെ ഭയങ്കര നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളാണെങ്കിലും ഒരിക്കലും നിങ്ങൾ അവരെ വിവാഹം കഴിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. കാരണം ഇവര് നിങ്ങളെ തളർത്തുന്ന പേഴ്സൺ മാത്രമാണ്. നമ്മളെപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുടെ കൂടെ ജീവിക്കാനല്ലേ ഇഷ്ടപ്പെടുക. അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേരിട്ട് നിങ്ങളോട് ഒന്നും പറയില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എന്താണ് കാര്യം എന്നുള്ളത് പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ചിലപ്പോൾ ഒരു കളിയാക്കലിലൂടെ, പരിഹാസത്തിലൂടെ, അല്ലെങ്കിൽ കുത്തി കുത്തി പറയാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും ഇവർ. അങ്ങനെയായിരിക്കും ഇവർ നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ ആരെങ്കിലൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളാണെന്ന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് പറയില്ല, നമ്മളുടെ പേരൊന്നും എടുത്ത് പറയില്ല. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ പറയണമെന്നുള്ളത്. ബാക്കിയുള്ളവർ അതാരാന്നൊക്കെ ചോദിക്കും. അപ്പൊ ബാക്കിയുള്ളവരുടെ മുമ്പെന്നാണെങ്കിലും നമ്മളൊന്ന് കുത്താൻ ഇവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇവർ ഡയറക്റ്റ് ആയിട്ടൊന്നും നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ നേരിട്ട് പറയില്ല. അതായത് നീ അത് ചെയ്തത് ശരിയായില്ല എന്നൊരു വാക്ക് അവർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അങ്ങനെ പറയില്ല. പക്ഷേ നമ്മളിങ്ങനെ കളിയാക്കും, നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പുറകുന്ന കുത്തുക, അങ്ങനെ ആക്കി സംസാരിക്കുക, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക.
അവരുടെ കൂടെയും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കും, ഓ ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ഇതിനായിരിക്കുമല്ലോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ തെറ്റുകൾ അവരെ വളരെ വലിയൊരു ആഘോഷമാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ളവരെ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കരുത്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ദ മാനിപ്പുലേറ്റർ ആണ്. അതായത് നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം അവർ നിങ്ങളെ വിലമതിക്കുന്നതായി കാണും, നിങ്ങൾക്ക് വലിയ വാല്യൂ തരും, ഒത്തിരി സ്നേഹം കാണിക്കും. പക്ഷെ ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവർക്ക് വേണ്ട. അങ്ങനെയാണ്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ 2 ദിവസം നമ്മൾ വിളിച്ചിട്ട് ആൾ എടുക്കുന്നേ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് പറയട്ടോ, ഞാൻ ചെറിയ തിരക്കാണ് കേട്ടോ, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നൊക്കെ പറയും. പിന്നെ ആൾ വിളിക്കുന്നുണ്ടല്ലോ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ കോൾ വരും, അതെ ഒരു 500 രൂപ ഉണ്ടോ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടോ, ഈ കാര്യം നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തെ നമ്മളെ അപ്പം വിളിക്കും. ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ ഓർമ്മ വരികയും ആവശ്യമില്ലാത്ത സമയത്ത്, അതായത് നമ്മളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം? അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം നമ്മുടെ അടുത്ത് വരുന്ന ആളുകളാണ്. സോ അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ ഇഷ്ടപ്പെടരുത്. കാരണം അവരുടെ ആവശ്യങ്ങൾ നടന്നു കഴിയുമ്പോൾ, അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അവർ നിങ്ങളെ വിട്ടു പോകും. അപ്പോൾ നമുക്ക് വേണ്ടത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു ബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഈ 4 തരത്തിലുള്ള ആളുകളെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കരുത്. അവരുമായൊരു ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, അങ്ങനെ സ്നേഹിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 തരം കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ടൊരു ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആവില്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് ചിന്തിച്ചിട്ട് പോവുക. അതായത് ഒരു റിലേഷൻഷിപ്പിൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവർ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഒരു 3 മാസം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും അവരുടെ റിയൽ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ അതിനൊന്ന് ശ്രമിക്കണം എന്ന് മാത്രം. അവരവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യത്തിൽ വന്നതായിരിക്കും, കാര്യമാക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. പിന്നെ നിങ്ങൾ അവരെ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, ഇതാണ് ഇവരുടെ ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മളൊരാളെ കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരാളായിട്ട് മാത്രം അഭിനയിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിച്ച് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക, ഇങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എന്നല്ല, അല്ലെങ്കിൽ ഇവള് ഞാൻ വിചാരിച്ച പോലെ ഒരാളെ അല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്